Dear students, once more welcome to Cost and Management Accounting new classroom. We will discuss the second module, second section labor and the part. We will labor outworker different wage system, that means piece rate system, time rate system. Then we will discuss bonus plan. Discuss this video, we will discuss the topic important bonus wage system or incentive wage plans. What are the different methods or types of incentive wage plans? Incentive wage plans. ഒരുപാട് മെത്തേഡുകൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന രണ്ട് മെത്തേഡാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ ഇപ്പോൾ പഠിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, 8-ൽ കൂടുതൽ മെത്തേഡുകളുണ്ട്. എല്ലാം ഒന്നും എക്സാമിന് ചോദിക്കാറില്ല. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 മാർക്ക് ഏരിയയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഒന്നുകിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കും, അതായത് ഏതെങ്കിലും ഈ രണ്ട് മെത്തേഡിൽ ഒരെണ്ണം എക്സാമിന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മെത്തേഡും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു കോസ്റ്റിംഗ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഇൻസെൻറ്റീവ് വേജ് പ്ലാൻസിൻ്റെ ഒരു ക്വസ്റ്റ്യന് കമ്പൽസറി ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്, ഒന്ന് ഹാൽസെ പ്രീമിയം പ്ലാൻ. ഫസ്റ്റ് മെത്തേഡ് ഹാൽസെ പ്രീമിയം പ്ലാൻ. Halsey premium plan. Then second method, Rowan premium plan. Rowan premium plan. ഈ രണ്ട് മെത്തേഡാണ് ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് ഈ രണ്ട് മെത്തേഡാണ് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. ഒന്നെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറയും, അതുപോലെ ഇതും ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ദെൻ ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നിട്ട് രണ്ട് മെത്തേഡും ഫോളോ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് മെത്തേഡും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്ച്വൽ റേറ്റ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ബേസിക് വേജ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ ബോണസ് എമൗണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു വർക്കർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം, ഹാൽസെ പ്രീമിയം പ്ലാൻ. ഹാൽസെ പ്രീമിയം പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേജ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ വേജ് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ബോണസ്. ഈ രണ്ട് ഇവന്റാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് വേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. വേജ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ. വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടി ഇൻറ്റു ആർ. ദെൻ വാട്ട് ഈസ് ദ ടി? ആക്ച്വൽ ടൈം ടേക്കൺ. ഓക്കെ, ദെൻ റേറ്റ് per hour. ഇവിടെ T is equal to actual time taken. R is equal to rate per hour. Okay, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു വർക്കർ എത്ര ടൈം എടുത്തിട്ടാണ് ഇയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾക്കൊരു സ്റ്റാൻഡേർഡ് ടൈം 10 hours ഉണ്ടെന്ന് കരുതുക. അതിൽ അയാൾ 8 hours എടുത്തിട്ടുള്ളെങ്കിൽ അയാൾ എത്ര ടൈമാണ് എടുത്തത്? 8 hour ആണ് അയാൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 hour ഇൻറ്റു ദെൻ ആർ ഈസ് ഈക്വൽ ടു റേറ്റ് പെർ അവർ. ഒരു അവറിൽ എത്രയാണ് അയാൾക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത്ര അവർ വർക്ക് ചെയ്യണം, ദെൻ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്തുള്ള ടൈം അല്ലെങ്കിൽ മാക്സിമം ടൈം എന്ന് പറയുന്നത് എന്താണ്? എസ് ഫോർ സ്റ്റാൻഡേർഡ് ടൈം.
ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും. ടി മീൻസ് ആക്ച്വൽ ടൈം ടേക്കൺ, അയാൾ എത്ര ടൈമാണ് എടുത്തത്. ഇപ്പോൾ എക്സാമ്പിളിന് 10 അവർ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അയാളുടെ സ്കില്ല്, അയാളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട് 8 hours കൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ 2 hour അയാൾ എന്ത് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8 hour ആണ് അയാൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇയാളുടെ കണ്ടീഷന് കൊടുത്തിട്ടുള്ളത് 1 hour വർക്ക് ചെയ്താൽ 5 രൂപ എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പൊ അയാള് ഈ ആക്ച്വൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ടുള്ള ടോട്ടൽ ടൈം എത്രയാണോ ആ ടൈമിന് മുഴുവനായിട്ട് അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും, 50 rupees കിട്ടും. പക്ഷെ അയാൾ 8 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അയാൾ 8 hour ആണ് എടുത്തത്. 8 hour into 5, 45 rupees. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ടൈം സേവ് ചെയ്തതിന് ബോണസ് ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുക. ബോണസ് ഡിക്ലെയർ ചെയ്യും, അതാണ് നമ്മളിവിടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. then how to calculate bonus. Bonus is equal to time saved into r, time saved into r into 50/100. ഈ 50/100 എന്നുള്ളത് കോമൺ ആണ്. ദാറ്റ് മീൻസ് എത്ര ടൈം ആണോ അയാൾ സേവ് ചെയ്തിട്ടുള്ളത് ആ സേവ് ചെയ്തിട്ടുള്ള അതിന്റെ 50% അയാൾക്ക് ബോണസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നേരത്തെ എക്സാമ്പിൾ ഇപ്പോ 10 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈം, ശ്രദ്ധിക്കണേ, 10 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈം, 8 hour അയാൾ എന്ത് ചെയ്തു, വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 8 hour കൊണ്ട് എന്ത് ചെയ്തു, ടേക്കൺ ഹവർ ടേക്കൺ 8 hour എടുത്തുകൊണ്ട് അയാൾക്ക് കൊടുത്ത ടൈം 10 hour ആണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അയാൾ 8 hour കൊണ്ട് എന്ത് ചെയ്തു, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ എന്തായി, ടൈം സേവ് ചെയ്തത് എത്ര, സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ വിൽ ഗെറ്റ് സേവ്ഡ് ടൈം. അപ്പൊ അയാൾ സേവ് ചെയ്തിട്ടുള്ള ടൈം 2 hour ആണ്. റേറ്റ് പെർ അവർ, റേറ്റ് പെർ അവർ അയാൾക്ക് എത്ര രൂപ കൊടുക്കുന്നുണ്ട്, 5 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ ടൈം സേവ് ചെയ്തിട്ടുള്ളത് 2 hour ആണ്. 2 hourന് പെർ അവറിന് 5 രൂപ വെച്ചിട്ട് 10 രൂപയാണ് അയാൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ബോണസ് എക്സ്ട്രാ അയാൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് സേവ് ചെയ്തിട്ടുള്ളത് 10 രൂപയാണ്. ഈ 10 രൂപ സേവ് ചെയ്തതിന്റെ 50% എന്ത് ചെയ്യുന്നു, ബോണസ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നു. 50%. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ടൈം 10 hour ആണ്. അയാൾ 8 hour കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 2 hour അയാൾ സേവ് ചെയ്തു. ദാറ്റ് മീൻസ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ വിൽ ഗെറ്റ് സേവ്ഡ് ടൈം. സേവ്ഡ് ടൈം ഇൻറ്റു റേറ്റ് പെർ അവർ. ഒരു അവറിൽ എത്ര രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 10 എന്ന് കിട്ടി. ഈ 10ന്റെ 50% ബോണസ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കും. ഇതാണ് റൂള്. സോ ടൈം സേവ്ഡ് ഇൻറ്റു ആർ ഇൻറ്റു 50/100. ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്. ടൈം സേവ് ചെയ്തിട്ടുള്ളത് 2 hour ആണ്. അയാൾക്ക് കിട്ടുന്ന റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് 5 ആണ്. ദെൻ ഇൻറ്റു 50/100. ഓക്കെ, അപ്പൊ അയാളുടെ ബോണസ് കിട്ടി. ഇനി അയാൾക്ക് വേജ് പ്ലസ് ബോണസ് എത്രയാണ് കിട്ടിയത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടും, ഇതിന്റെ വേജ് എന്ന് പറയുന്നത് 10ന്റെ 50% എന്ന് പറഞ്ഞാൽ 5 ആണ്. ദെൻ ഈ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അയാൾ എടുത്തിട്ടുള്ള ടൈം 8 hour ആണ്. അയാൾക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ 40. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ വേജ് പ്ലസ് ബോണസ് ഈസ് ഈക്വൽ ടു 45. വേജ് പ്ലസ് ബോണസ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 45. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാണാൻ. ഇതാണ് ഹാൽസെ പ്രീമിയം പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹാൽസെ പ്രീമിയം പ്ലാനില് ബോണസ് കൊടുക്കുന്നത് ടൈം സേവ് ചെയ്തതിന്റെ 50/100 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതായത് ഹാൽസെ പ്രീമിയം പ്ലാനില് എങ്ങനെയാണ് ഒരാൾക്ക് വേജ് കിട്ടുന്നത്, ദെൻ അയാൾക്ക് ബോണസ് എങ്ങനെയാണ് കിട്ടുന്നത്, അപ്പോൾ ആക്ച്വൽ ബോണസും വേജും കൂടി എത്ര രൂപയാണ് ഒരു വർക്കർക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ടൈം സേവ് ചെയ്യുന്നതിന്റെ വോളിയം അനുസരിച്ച് കൊണ്ട് ബോണസിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം എത്ര ടൈമാണോ അയാൾ വർക്ക് ചെയ്തിട്ടുള്ളത് അതേ ഇൻറ്റു റേറ്റ് പെർ അവർ, അതാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിരിക്കണം, ആക്ച്വൽ ടൈം ടേക്കൺ തന്നിരിക്കണം, ദെൻ റേറ്റ് പെർ അവർ തന്നിരിക്കണം, സ്റ്റാൻഡേർഡ് ടൈം തന്നിരിക്കണം, ദെൻ
ബോണസിന്റെ ഇത് ക്വസ്റ്റിനകത്ത് പറയില്ല, 50/100 ആണ് എന്നുള്ള ക്വസ്റ്റിനകത്ത് പറയില്ല. ഇത് നമ്മുടെ ആൽസെ പ്രീമിയം പ്ലാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് 50/100% ആണ്. എന്ത്? ദാറ്റ് ഈസ് 50%. അതെന്താണ്? ആൽസെ പ്രീമിയം പ്ലാനിലെ ബോണസ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്, ടൈം സേവ് ചെയ്തതിന്റെ 50% അയാൾക്ക്. സെക്കൻഡ് മെത്തേഡ് റോവൻ പ്രീമിയം പ്ലാൻ. സെക്കൻഡ് മെത്തേഡ് റോവൻ പ്രീമിയം പ്ലാൻ. ഓക്കെ, റോവൻ പ്രീമിയം പ്ലാനിൽ എങ്ങനെയാണ് വേജും ബോണസും കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഹിയർ വേജ് ഈസ് ഈക്വൽ ടു time taken into rate per hour. No change comparing with ആൽസെ പ്രീമിയം പ്ലാൻ. അപ്പോൾ സെയിം മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത് ഇൻറ്റു റേറ്റ് പെർ അവർ, വേജ് കാൽക്കുലേറ്റ് ചെയ്യും. ബോണസ് ഈസ് ഈക്വൽ ടു സേവ്ഡ് ടൈം ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടി ഇൻറ്റു ആർ. ഓക്കെ, ചെയ്ത് നോക്കാം. സേവ്ഡ് ടൈം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടി ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബോണസ് ഇൻ കേസ് ഓഫ് റോവൻ പ്രീമിയം പ്ലാൻ. അപ്പോൾ ഈ രണ്ട് ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? ആൽസെ പ്രീമിയം പ്ലാൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും റോവൻ പ്രീമിയം പ്ലാൻ ഉപയോഗിച്ചുകൊണ്ടും ടോട്ടൽ ഏണിങ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ടോട്ടൽ ഏർണിംഗ്സ് മീൻസ് വേജ് പ്ലസ് ബോണസ്. അപ്പോൾ നമുക്ക് വേജ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേജ് കിട്ടും പ്ലസ് ബോണസ് എമൗണ്ട്. ദാറ്റ്സ് ആർ കോൾഡ് ടോട്ടൽ ഏർണിംഗ്സ്. ഒരു ഇൻഡിവിജ്വൽ വർക്കറിന്റെ ടോട്ടൽ ഏർണിംഗ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുത്തു നോക്കാം. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ടൈം 10 hour, time taken 8 hours, then rate per hour 5. Okay, നമ്മൾ എന്ത് ചെയ്തു? വേജ് ഏതിന്റെ കേസില? റോവൻ പ്രീമിയം പ്ലാനിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ വേജ് കിട്ടുക? ഹിയർ വേജ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം 10 hour ആണ്, ടൈം ടേക്കൺ 8 hour ആണ്, റേറ്റ് പെർ അവർ 5 rupees ആണ്. ഓക്കെ, അപ്പോൾ ടൈം ടേക്കൺ 8 hour ആണ്. 8 into t is equal to 8, then r is equal to 5. Okay, then 40 rupees. സെയിം തന്നെ വരും. അതായത് റോവൻ പ്ലാൻ ചെയ്താലും ആൽസെ പ്രീമിയം പ്ലാൻ ചെയ്താലും വേജ് എന്താണ്? ഈക്വൽ ആണ്. ദെൻ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടി ഇൻറ്റു ആർ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ദാറ്റ് ഈസ് ഈക്വൽ ടു സേവ്ഡ് ടൈം. അപ്പോൾ ഇവിടെ എത്ര? സ്റ്റാൻഡേർഡ് ടൈം 10 hour ആണ്, ടൈം ടേക്കൺ 8 hour ആണ്. അപ്പോൾ ഈ എസ് മൈനസ് ടി 10 minus 8 വിൽ ഗെറ്റ് 2. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര? സ്റ്റാൻഡേർഡ് ടൈം 10 ആണ് ആണല്ലോ. സ്റ്റാൻഡേർഡ് ടൈം 10 ആണ്. ദെൻ ഇൻറ്റു ടി ഇൻറ്റു ആർ. ടി ഇസ് ഈക്വൽ ടു 8 hour, ദെൻ ആർ ഇസ് ഈക്വൽ ടു 5. ഓക്കെ, then 2 by 2 1 is equal to 8. Okay, 8 rupees. Then നമ്മുടെ ടോട്ടൽ ഏർണിംഗ്സ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ടോട്ടൽ ഏർണിംഗ്സ് is equal to wage plus bonus. So wage is equal to 40, bonus is equal to 8. So total 48. ആൽസെ പ്രീമിയം പ്ലാൻ നമുക്ക് എത്ര? ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് ആൽസെ പ്രീമിയം പ്ലാനിന് 45 rupees ആണ് കിട്ടിയിട്ടുള്ളത്. റോവൻ പ്രീമിയം പ്ലാൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 48 rupees ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആൻസർ ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ ചോദിക്കുന്ന മെത്തേഡ് ഡിഫറെന്റ് ആണ്. കാരണം ആൽസെ പ്രീമിയം പ്ലാനിന് 50% ആണ് കൊടുക്കുന്നത്, ടൈം സേവ് ചെയ്തതിന്റെ 50%. അതുകൊണ്ടാണ് അത് 45 ആയി പോയത്. ഇത് 48 ആണ്. That means standard time minus time taken divided by standard time into t into r. Okay, simple അല്ലേ? ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ആൻസർ വരുന്നത്. ഓക്കെ, 2018 ബികോം ബാച്ചിന് കോസ്റ്റിംഗ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Guaranteed time wage ₹1 per hour.
standard time for producing 1 unit of output 4 hours, actual time taken to produce 100 units 360 hours. Calculate, you are required to calculate total earnings of a worker under Halsey premium plan and Rowan premium plan. 4 marks in the question. 4 mark in the question. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് guaranteed time wage for ₹1, rate per hour. ഒരു അവർ വർക്ക് ചെയ്താൽ ₹1 കിട്ടുന്നത്. അപ്പോൾ റേറ്റ് പെർ അവർ നമുക്ക് കിട്ടി. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്ന ആണ് റേറ്റ് പെർ അവർ, അത് ₹1 ആണ്. Then standard time for producing 1 unit 4 hours. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 hours. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈം ആണ്. ആക്ച്വൽ ടൈം ടേക്കൺ ടു പ്രൊഡ്യൂസ് 100 units 360 hours. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 യൂണിറ്റിനെ ഈ ആക്ച്വൽ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കൺവേർഷൻ നടക്കുമ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1 യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 4 hour ആണ്. ഇവിടെ ടൈം ടേക്കൺ 100 യൂണിറ്റ്സിനാണ് പറയുന്നത്. സോ ഈ സ്റ്റാൻഡേർഡ് ടൈമിനെ നമ്മൾ 100 യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 100 യൂണിറ്റ്സ് 400 hours. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം 100 യൂണിറ്റ്സിന് 400 hours-ഉം ടൈം ടേക്കൺ 100 യൂണിറ്റ്സിന് 360 hours-ഉം. 1 യൂണിറ്റിന് 4 ആണ്, 100 യൂണിറ്റ്സിന് 400, ടൈം ടേക്കൺ 100 യൂണിറ്റ്സ്. അപ്പോൾ ഇതിവിടെ കോമൺ ആയി, രണ്ടും 100 യൂണിറ്റ്സ് ആണ്. ഇവിടെ 400 hours സ്റ്റാൻഡേർഡും 360 hours ടൈം ടേക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഹാൽസേ പ്രീമിയം. അപ്പോൾ ഹാൽസേ പ്രീമിയം മെത്തേഡിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ദെൻ വേജ്, എന്താണ് വേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത്? ടൈം ടേക്കൺ 100 യൂണിറ്റ്സിന് 360 ഇൻറ്റു റേറ്റ് പെർ അവർ. റേറ്റ് പെർ അവറിന് എത്ര? ₹1. ഓക്കെ, അപ്പോൾ ടോട്ടൽ 360 കിട്ടിയല്ലോ, വേജ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബോണസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബോണസ് എങ്ങനെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാം? ടൈം സേവ്ഡ് എത്രയാണോ ഇൻറ്റു റേറ്റ് പെർ അവർ ഇൻറ്റു 50/100. ടൈം സേവ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് മീൻസ് സേവ്ഡ് ടൈം ഇൻറ്റു, തെറ്റിപ്പോകരുത്, സ്റ്റാൻഡേർഡ് ടൈം അല്ല, സേവ്ഡ് ടൈം ഇൻറ്റു റേറ്റ് പെർ അവർ ഇൻറ്റു 50/100. ഓക്കെ, അപ്പോൾ സേവ്ഡ് ടൈം എത്ര? 400 മൈനസ് 360, ദെൻ 40 ഇൻറ്റു റേറ്റ് പെർ അവർ എത്ര? ₹1 ഇൻറ്റു 50/100. ഓക്കെ, ദെൻ 220. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് അണ്ടർ ഹാൽസേ പ്രീമിയം പ്ലാൻ, ടോട്ടൽ ഏർണിങ്സ് എത്ര? 360 plus 20. 360 plus 20 will get 380. അപ്പോൾ ഹാൽസേ പ്രീമിയം പ്ലാനിൽ ഈ വർക്കർക്ക് 380 ആണ് ടോട്ടൽ ഏർണിങ്സ്. സെയിം ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് റോവൻ പ്രീമിയം പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, റോവൻ പ്രീമിയം പ്ലാൻ ഒരു സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് ലിസൺ. റോവൻ പ്രീമിയം പ്ലാൻ. റോവൻ പ്രീമിയം പ്ലാനിലും വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. സോ ടൈം ടേക്കൺ നമുക്കറിയാം 360 ആണ്, ഇൻറ്റു റേറ്റ് പെർ അവർ 1 ആണ്. സോ 360. നൗ ചേഞ്ച്. ദെൻ ബോണസ്. എങ്ങനെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാം? ടൈം ടേക്കൺ എത്രയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ഓക്കെ, സോ സേവ്ഡ് ടൈം, അതായത് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ. സ്റ്റാൻഡേർഡ് ടൈം 400 ആണ്, ടൈം ടേക്കൺ 360 ആണ്. വിൽ ഗെറ്റ് 40 മൈനസ് സ്റ്റാൻഡേർഡ് ടൈം 400 ഇൻറ്റു ടൈം ടേക്കൺ 360 ഇൻറ്റു റേറ്റ് പെർ അവർ 1.
ഓക്കെ, എത്ര കിട്ടും? 0 0 കട്ട് ചെയ്തു, 0 0 കട്ട് ചെയ്തു. 4 into 4 4/4 1 ആണ്. Then remaining 36. Okay, 36. Then total earnings. Total earnings എങ്ങനെയാണ്? Wage plus bonus. ഇവിടെ wage എത്ര? 360. Total earnings is equal to wage നമുക്ക് കിട്ടിയത് 360 ആണ്, പ്ലസ് ബോണസ് കിട്ടിയിട്ടുള്ളത് 36 ആണ്. Then total 396. അപ്പോൾ ആൽസെ പ്രീമിയം പ്ലാനിന് ടോട്ടൽ ഏണിങ്സ് 380 ആണ്. ദെൻ റോവൻ പ്രീമിയം പ്ലാനിന് 396 ആണ്. ഓക്കെ, ഇത്രയും ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയം ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് വർക്കൗട്ട് ചെയ്യുക, ഡെസിമലൊക്കെ വരും, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ.